ഫ്രണ്ട്സ്, ഹീറോയിൻ്റെ മമ്മീൻ്റെ അല്ല ഡാഡീൻ്റെ ഫ്രണ്ടിൻ്റെ മോനിക്കാണ് മാരേജൊക്കെ. അതിൽ തെറ്റിയായിരുന്നു ഫ്രണ്ട്സ്, സോറി. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു, എടി മാരേജ് ആണ് എനിക്ക് 18 വയസ്സാണ്, കോളേജ് ഫസ്റ്റ് ഇയറാണ്, എനിക്കെന്നേ മാരേജ്. ഹീറോയിൻ വഴക്ക് പറയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി മിരട്ടിയിട്ട് മാരേജൊക്കെ റെഡിയാക്കിയിട്ട് ഹീറോയിനെ കൊണ്ടുവരായിരുന്നു. ഹീറോയ്ക്ക് അറിയാനോ അയ്യോ മാരേജ്, എനിക്ക് രാവിലെ മാരേജ് എന്ന് പറഞ്ഞ് ഹീറോയിൻ ഭയങ്കര കരിയായിരുന്നു. അർജുനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇപ്പം എന്താ ചെയ്യുക, വേറെ പോയില്ല. പീറ്റേഴ്സും ഗ്രാൻഡ് പാക്ക് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. അവർ പറയും ഞങ്ങൾ എത്തിയുമ്പോൾ ടെൻഷനാക്കാണ്. ഹീറോയിന് ഇങ്ങനെ ഗ്രാൻഡ് പാ വന്നു ഗൺ ഷൂട്ട് ചെയ്ത് അവരെല്ലാം പേടിച്ചു പോയി. അയ്യോ അങ്ങനെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് പറയാൻ തുടങ്ങി, ഇവൻ മേലെ കുറേ കംപ്ലൈൻറ്റ് ഉണ്ട്, ഇവൻ മാരേജ് കഴിക്കാൻ പാടില്ല. ഹീറോയിൻ്റെ ഗ്രാൻഡ് ആൾക്കാരുണ്ടായിരുന്നു. അവർ പറയായിരുന്നു. അതുകൊണ്ട് ആ ചെക്കനിക്ക് പേടിയായി. അയ്യോ അങ്ങനെ ഒരു പെണ്ണ് വന്നായിരുന്നു. ഇവൻ മാരേജ് കഴിക്കുന്നു, ഇവൾ പെണ്ണിട്ടാണ്. അവൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തായിരുന്നു. അതെ, ആ പെണ്ണിനെ അവന് അങ്ങനെ കൊണ്ട് ഇവളെ മാരേജ് കഴിക്കുന്നു. ആ പെണ്ണിനെ അമ്മൻ്റെ ഒത്തിരിയിട്ട് ആ പെണ്ണിൽ കൂടെ അവനക്ക് മാരേജ്. ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ എൻ്റെ മോൾക്ക് മാരേജ് മുടങ്ങിയായിരുന്നു. സാഡായിരുന്നു ഹീറോയിന്. ശരി, ഹീറോയ്ക്ക് ടെൻഷനായി. സമാധാനമായി ഇവിടുന്ന് പോവാന്ന് ഇങ്ങനെ ആയിട്ട് ഹീറോയിന്. അതെ, ഹീറോയിന് സാഡായിരുന്നു. ഹീറോയിൻ നല്ല ക്യൂട്ട് ഒരു സാരി എടുത്തായിരുന്നു. നല്ല ജ്വൽസ് വെച്ച് കുറച്ച് ജ്വൽസ് വെച്ചായിരുന്നു. അത് പോയിട്ട് കല്യാൺ ഡ്രസ്സ് ഇട്ട് അതുകൊണ്ട് അത് ഏതോ ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ അച്ഛനൊക്കെ ഓൾറെഡി അറിയായിരുന്നു ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടമില്ല, അതുമാത്രമല്ല ഇവൾക്ക് വേറെ ആരും ഇഷ്ടമുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ ഹീറോയിൻ്റെ അച്ഛൻ ഇത് സെറ്റാവില്ല, പീറ്റേഴ്സ് ഇവർ എങ്ങനെ മാരേജ് ആയിരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് ഇവനെ കൂടെ മാരേജൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ശരിയല്ലേ. ഇപ്പം ഹീറോയിൻ്റെ ചേട്ടനൊരു പ്ലാൻ ചെയ്തു. ഗ്രാൻഡ് പാ പറഞ്ഞു, എനിക്ക് നിൻ്റെ മോളെ നിൻ്റെ അനിയത്തി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ മുൻ പേരക്കുട്ടികൾ കല്യാണം കഴിക്കണമെങ്കിൽ അർജുനക്ക് ഓക്കെ എന്നായിരുന്നു. അതുകൊണ്ട് പ്ലാൻ ചെയ്തായിരുന്നു ഹീറോയിൻ്റെ ഇങ്ങനെ ഒരു പ്ലേസ് കൊണ്ടുവരുന്നതായിരുന്നു. ഒരു വീട്ടിലേക്ക് വന്നു. ചേട്ടാ അതെന്താ? ഹീറോയിൻ നോർമൽ ചൂതായിട്ടിട്ടുണ്ടായിരുന്നു. വാ കൂടെ എന്ന് പറഞ്ഞു. ചേട്ടാ എവിടേക്കാ? വാ. ഹീറോയിൻ്റെ അമ്മക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്താ മോനെ? ഇല്ല മോം, കുറച്ച് ജോലിയുണ്ട് എനിക്ക്. ഇവൾക്ക് പ്ലസിൽ ക്ലാസ് ഉണ്ട്, എനിക്ക് കോളേജിൽ ഒരു ഇതുകൊണ്ട് പറയായിരുന്നു. ശരി മാ അങ്ങനെ പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പ്ലാൻ എല്ലാ ബുക്ക് എല്ലാം എടുത്ത് തുണിയെല്ലാം പ്ലാക്ക് ചെയ്ത് ഹീറോയിനെ ഒരു പ്ലേസ് കൊണ്ടുവന്നു. അതെ, ഹീറോയിൻ്റെ ചേട്ടൻ ഇവിടുന്ന് എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ അമ്മക്കും ഹീറോയിൻ്റെ അച്ഛനക്കും ഒരു വേറെ അടുത്ത് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഒരു മാരേജിക്ക് അവർ പോയിരുന്നു. മാരേജ് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. അത് മാത്രമല്ല അവർ മാരേജ് വിളിച്ചിട്ടേ, അതെ ആ ചെക്കൻ അവർക്ക് മാരേജ് പറഞ്ഞാൽ അവൻ ചീറ്റ് ചെയ്തില്ലേ, അതെ ആ ചെക്കനക്ക് വലിയ മാരേജ്. അതെ മാരേജല്ല ഒരു പെൻഷനായിരുന്നു. അവർക്ക് അവർ ആ ചെക്കൻ്റെ അമ്മ വിളിച്ചതായിരുന്നു. അവർക്ക് പോയിരുന്നു ഹീറോയിൻ്റെ അമ്മ അച്ഛനും. ഹീറോയിൻ്റെ ചേട്ടൻ അതേമാതിരി പ്ലാൻ ചെയ്തു. നെക്സ്റ്റ് അവരുടെ അനിയനുണ്ട്, അവനിക്ക് മാരേജ് ചെയ്യാൻ എന്ത് ചെയ്യാനും പ്ലാൻ ചെയ്ത് എന്നിട്ട് ഹീറോയിനെ ഇങ്ങനെ കണ്ണു ചുമ്മാറായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കണ്ണു ചുമ്മായിരുന്നു. പീറ്റേഴ്സ് മെമ്പറിനോട് പറയാൻ തുടങ്ങി, നിങ്ങൾക്കൊരു ടാസ്ക് തരാം. എൻ്റെ ഗ്രാൻഡ് പാ, അവിടെ ഒരു ക്യൂട്ട് ഗേൾ ഉള്ളേ, അവിടെ ഒരു ഇങ്ങനെയായിട്ട് പറയായിരുന്നു. അവിടെ ഒരു ബോയ്, ഇപ്പോൾ ഒരു ബോയ് വരുമ്പോൾ ഹായ്. ഇപ്പോൾ അർജുൻ പറയാം, ഹായ് സാർ. ഇല്ലപ്പാ നീ എന്താ ചെയ്യുക സാർ? ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് ഇരുന്നു സംസാരിച്ച്. ഇവൻ്റെ അടുത്തൊരു ബേളുള്ളേ, അവനെ ഇത് പോയിട്ട് കെട്ടണം. എന്താ 3 കുറി ഇടണം എന്നത് അവർക്ക് പറഞ്ഞു കൊടുത്ത്. ഓക്കെ ഗ്രാൻഡ് പാ, ടാസ്ക്കാ? ഓക്കെ, അവർക്ക് ടാസ്ക് തന്നെ ഇഷ്ടമാണ്. പീറ്റേഴ്സ് ആരമ്മ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്താണ് റാം? ഇല്ല ഇത് നീ കേട്ടണോ? ഇല്ല റാം, ടാസ്ക് നീ ചെയ്യണം ഗ്രാൻഡ് പാ. അതൊക്കെ ഒരു ടാസ്ക് ചെയ്യണം ഗ്രാൻഡ് പാ. അത് ശരി, ഈ ടാസ്ക് ഒന്നും വേണ്ട. ഹീറോയ്ക്ക് ഗ്രാൻഡ് പാ അത് ഈ ടാസ്ക് ചെയ്യണോ ഇല്ലേ? ശരി ഗ്രാൻഡ് പാ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ ആയിരുന്നു. പീറ്റേഴ്സ് മെമ്പർക്ക് ടാസ്ക് കൊടുത്തത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ചേട്ടൻ ടാസ്ക് അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ വേണ്ട ഗ്രാൻഡ് പാ, ഇത് ചടങ്ങിന്. ഹീറോയ്ക്ക് പാട്ട് സാരി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നായിരുന്നു. അത് ഹീറോയി അവിടെ ഇരുന്നായിരുന്നു. അവർ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ചേട്ടൻ പറഞ്ഞു, നീ ഇത് മാരേജ് ചേട്ടാ അത് പറഞ്ഞേക്ക് 7 മെമ്പർ നീ മാരേജ് ചെയ്യിക്കും. ചേട്ടാ അത് പറഞ്ഞേക്ക്, ഇതാണ് ടാസ്ക്. ചേട്ടാ ടാസ്കല്ല നിനക്ക് പിടിച്ചവരാണ് മാരേജ് ചെയ്യിക്കുക. ചേട്ടാ അത് ഇങ്ങനെ ഹീറോയ്ക്കും പീറ്റേഴ്സ് മെമ്പർക്ക് മാരേജ് പ്ലാനായിരുന്നു. അത് സെറ്റാവില്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ മാരേജ് ചെയ്യുക. ഇത് ഓർത്തിട്ട് ചേട്ടനിക്ക് അയ്യോ
ഹീറോയിൻ്റെ ചേട്ടൻ അയ്യോ ഗ്രാൻഡ് പാ ഇങ്ങനെ വെച്ചാൽ ശരിയല്ല, ഗ്രാൻഡ് പാ ഒരുപാട് ഇവർക്ക് മാരേജ് ഒന്നും അറിയില്ല, ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഗ്രാൻഡ് പാനോട് പറഞ്ഞു. ശരി ഇത് നല്ല ഐഡിയ പറഞ്ഞിട്ട് അവർ മാരേജിക്ക് ഹീറോയ്ക്ക് കാത്തിക്കുമ്പോൾ താലി കെട്ടാൻ പറഞ്ഞായിരുന്നു. അവർ 7 പേര് വന്ന് ഹീറോയിനൊക്കെ താലി കെട്ടി, മാരേജ് നടന്നു. എല്ലാം വെച്ച് കഴിഞ്ഞു. എല്ലാവരും ഷോക്കായിരുന്നു, എന്താ ഇവിടെ നടന്നത്. ഹീറോയ്ക്ക് അവിടെ വീട്ടാസം ഒരു ഷോക്കായിരുന്നു. അയ്യോ നിങ്ങളെന്നെ സാർ എന്നെ മാരേജ് കഴിച്ചത് ഹീറോയ്ക്ക് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് അറിഞ്ഞ് ഹീറോ ചോദിച്ചേക്കൊണ്ട് അവർ ഷോക്കായിരുന്നു. വ്യത്യാസം ആരാ നമുക്ക് ഷോക്കായി, മാരേജാ അതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ അപ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയിനെ ചേട്ടൻ വിളിച്ചോണ്ട് വന്നു. കഥ ചേട്ടാ എന്ന് മാസ്ക് കുറേ മാരേജാ അങ്ങനെ ആറും ഷോക്കായി ഹീറോയ്ക്ക്. എന്താ നിങ്ങൾ കേപ്പോൾ പാഡോസാണല്ലോ. അതെ മാരേജ് പറഞ്ഞാൽ സാർ ഇതായിട്ട് കൗത്ത് കിട്ടി നിങ്ങളെല്ലാവരും എൻ്റെ ഹസ്ബൻഡായിപ്പോയി സാർ. ഇതായിട്ട് ഷോക്കായി വ്യത്യാസം. ഗ്രാൻഡ് പാ മുറക്കായിരുന്നു. ഇല്ലപ്പാ നിങ്ങളെല്ലാവരും മാരേജ് കഴിക്കുന്നില്ല പറഞ്ഞേക്കൊണ്ട് ഇവളെ മാരേജ് നിങ്ങൾ ഒരേ പെണ്ണ് മാരേജ് കഴിക്കും പറഞ്ഞുകൊണ്ട് ഇവളെ നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് മാരേജ് കഴിച്ചേ. നീ അവളെ പുറത്ത് നടക്കണ്ട, ലില്ലിൻ്റെ പുറത്ത് നടക്കണ്ട. ഗ്രാൻഡ് പാ ഞങ്ങൾക്ക് ലില്ലിന് ഒരുപാട് ഇഷ്ടം. ലില്ലി എത്ര ചീറ്റായിട്ട് നിങ്ങൾക്കറിയോ. ഗ്രാൻഡ് പാന്ന് വ്യത്യാസം മുറക്കായിരുന്നു. ഗ്രാൻഡ് പാ പറയാൻ തുടങ്ങി. ശരി എനിക്ക് ഇവളെ കൂടെ നിങ്ങൾ ജീവിക്കണം, നിങ്ങൾക്കൊരു പറഞ്ഞു തരാം, അതുമാതിരി നിങ്ങൾ ചെയ്തോ. ശരി ഗ്രാൻഡ് പാ എന്ത് ചെയ്യണം, ഓക്കെ നിങ്ങൾ അച്ഛൻ ചെയ്യണം പറഞ്ഞു. ഗ്രാൻഡ് പാ ശരി ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവനായിട്ട് വീട്ടിലൊക്കെ ഹീറോയിന് ഒരു ഹോട്ടലിൽ താമസിക്കായിരുന്നു. പിന്നെ അവർ നൈറ്റിൽ ഫ്ലൈറ്റിൽ നിന്ന് ഡൽഹിക്ക് പോയിട്ട് എത്തി. ഇപ്പോഴാണ് ഹീറോയിൻ്റെ മമ്മി ഡാഡി വന്ന് നോക്കും. ഹീറോയിൻ നൈറ്റ് ഫ്ലൈറ്റിൽ കയറിയായിരുന്നു, കൊറിയൊക്കെ വന്ന ഫ്ലൈറ്റിൽ ഇരുന്നായിരുന്നു. ഫ്ലൈറ്റ് പൊങ്ങിപ്പോയി. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഷോക്കായിരുന്നു. അയ്യോ നമ്മളെ മോനിവിടെ അർജുൻ റൂമിൽ വന്ന് നോക്കും, ലെറ്റർ ഹീറോയിൻ്റെ റൂമിൽ ഒരു ലെറ്ററും ഒന്നുമില്ല. അർജുൻ റൂമിൽ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ലെറ്റർ അച്ഛനെടുത്ത് തുറന്ന് വായിച്ച്, അച്ഛാ എൻ്റെ അനിയത്തിക്ക് ഇഷ്ടപ്പെടാത്ത മാരേജ് കഴിക്കാൻ പോവാ അവൻ്റെ അനിയൻ, അവർ എത്ര ചീട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. അതുമാത്രമല്ല അവരെ അനിയത്തിയും എൻ്റെ തലയിൽ കെട്ടാൻ പോവാല്ലേ, എനിക്ക് ആ പെണ്ണ് വേണ്ട. ആ ഫാമിലി എനിക്ക് ഇഷ്ടമില്ല, അവർ ഇഷ്ടമില്ലാതെ എൻ്റെ തലയിൽ കെട്ടാൻ